രണ്ടാം പോളിംഗ് ഓഫീസറുടെ പ്രഥമ ഉത്തരവാദിത്വം ഫോറം 17A വോട്ടർ രജിസ്റ്റർ പരിപാലിക്കുകയാണ്. വെട്ടും തിരുത്തുമില്ലാതെ ക്രമനമ്പർ തെറ്റാതെ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, വോട്ടറുടെ കയ്യിൽ വോട്ടിംഗ് മഷി പതിപ്പിക്കൽ എന്ന ചുമതല രണ്ടാം പോളിംഗ് ഓഫീസർ നിർവഹിക്കണം. മൂന്നാമതായി, വോട്ടർ സ്ലിപ്പുകൾ മൂന്നാം പോളിംഗ് ഓഫീസർക്ക് നൽകൽ എന്ന ചുമതല കൂടി രണ്ടാം പോളിംഗ് ഓഫീസറുടെ കർത്തവ്യങ്ങളിൽ വരുന്നു. വോട്ടർ രജിസ്റ്റർ അഥവാ ഫോറം 17A രജിസ്റ്ററിനെ കുറിച്ചാണ്. 17A രജിസ്റ്ററിന്റെ പ്രാധാന്യം എന്താണ്, അത് എങ്ങനെയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ പൂരിപ്പിച്ച് തിരികെ ഏൽപ്പിക്കേണ്ടത് എന്നിവ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാം. പോളിംഗ് ഓഫീസർമാർക്ക് നൽകുന്ന ഫോം ബുക്ക്ലെറ്റുകളിൽ ആദ്യത്തേതാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് 1 ഫോറം 17A രജിസ്റ്റർ അഥവാ വോട്ടർ രജിസ്റ്റർ. ഇത് തിരഞ്ഞെടുപ്പിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഒരാൾ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ ആധികാരിക രേഖയായി ഇതിനെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം തൊട്ടടുത്ത ദിവസം തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന സ്ക്രൂട്ടിനിയിൽ ഓരോ പോളിംഗ് ബൂത്തിന്റെയും ഈ ഫോറം 17A രജിസ്റ്റർ പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാകുന്നതാണ്. ഇങ്ങനെയാണ് ഫോറം 17A രജിസ്റ്റർ പരിപാലിക്കേണ്ടത്. 17A രജിസ്റ്ററിന്റെ ആദ്യ പുറത്തിന്റെ ചിത്രമാണ് മോണിറ്ററിൽ കാണുന്നത്. പരിപാലിക്കേണ്ട വിധം പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാന ഭാഗത്തായി ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ടോട്ടൽ വോട്ട്സ് ഇൻ കൺട്രോൾ യൂണിറ്റ് ചെക്ക് ആൻഡ് ഫൗണ്ട് ടു ബി 0 ബിഫോർ ആക്ച്വൽ പോൾ എന്നാണ് ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇത് കഴിഞ്ഞതിനു ശേഷം ഒന്നാം പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും അതിനു താഴെ ഒപ്പുവച്ചിരിക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 25/8/2020 51-7/2020-EMS എന്ന നിർദ്ദേശപ്രകാരമാണ് ഈ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമായി വരുന്നത്. സാധാരണ സന്ദർഭങ്ങളിൽ ഫോം 17A രജിസ്റ്റർ പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 17A രജിസ്റ്ററിന്റെ ഫുൾ പേജുകളിൽ 5 കോളങ്ങളാണുള്ളത്. ആദ്യത്തേത് ക്രമനമ്പർ, രണ്ടാമത്തേത് വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ, മൂന്നാമത്തേത് തിരിച്ചറിയൽ രേഖ സംബന്ധിച്ച വിശദാംശങ്ങൾ, നാലാമത്തേത് വോട്ടറുടെ ഒപ്പ് വിരലടയാളമോ, അഞ്ചാമത്തേത് റിമാർക്സ്. ഫോട്ടോ ഐഡന്റിറ്റി കാർഡുമായി ഒരു വോട്ടർ വോട്ടിങ്ങിന് എത്തുകയാണെങ്കിൽ മൂന്നാമത്തെ കോളത്തിൽ EP എന്ന് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. എന്നാൽ മറ്റു തിരിച്ചറിയൽ രേഖകളായ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയവ ഏതെങ്കിലുമൊക്കെയാണ് ഹാജരാക്കുന്നതെങ്കിൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ മൂന്നാം കോളത്തിൽ രേഖപ്പെടുത്തി ആ രേഖയുടെ നമ്പറിന്റെ അവസാന 4 നമ്പറുകൾ കൂടി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 17A രജിസ്റ്ററിൽ ഇത്തവണ ക്രമ നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല. അത് പോളിംഗ് ഓഫീസർ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. തിരുത്തലോ വെട്ടോ മേലെഴുത്തോ ഇല്ലാതെ തന്നെ അത് പൂരിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പോളിംഗ് ബൂത്തിലെത്തിയ വോട്ട് 17A രേഖപ്പെടുത്തലുകൾക്ക് ശേഷം വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചാൽ എന്തു ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ റൂൾ 49 പ്രതിപാദിക്കുന്നു. ഇതനുസരിച്ച് പ്രിസൈഡിംഗ് ഓഫീസർ 5ാമത്തെ കോളത്തിൽ, അതായത് റിമാർക്സ് കോളത്തിൽ റിഫ്യൂസ്ഡ് വോട്ട് എന്ന് രേഖപ്പെടുത്തി തന്റെ കയ്യൊപ്പ് വെക്കേണ്ടതാണ് എന്ന് പ്രത്യേകം പറയുന്നു. 17A രജിസ്റ്ററിലെ രേഖപ്പെടുത്തലുകൾക്ക് ശേഷം ഒരു വോട്ടർ വോട്ടിങ്ങിന്റെ രഹസ്യാത്മക ലംഘിക്കാൻ തയ്യാറായാൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ആ വോട്ടറെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കാവുന്നതാണ്. അങ്ങനെ വരുന്ന പക്ഷം പ്രിസൈഡിംഗ് ഓഫീസർ 5ാമത്തെ കോളത്തിൽ റിമാർക്സ് കോളത്തിൽ പ്രൊസീജിയർ വയലേറ്റർ എന്ന് രേഖപ്പെടുത്തി ഒപ്പുവെക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ റൂൾ 49M പ്രകാരമാണ് ഈ നിലപാടുകൾ പ്രിസൈഡിംഗ് ഓഫീസർ കൈക്കൊള്ളേണ്ടത്. ഇലക്ഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതാണ് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് അഥവാ EDC.
EDCയുമായി വരുന്ന ഒരു വോട്ടർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ 17A രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എങ്ങനെയൊക്കെ ആവണമെന്ന് റൂൾ 49I പറയുന്നു. രണ്ടാമത്തെ കോളത്തിൽ സീരിയൽ നമ്പർ രേഖപ്പെടുത്തേണ്ട ഇടത്ത് ഇലക്ടറൽ റോളിലെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തേണ്ടിടത്ത് സീരിയൽ നമ്പർ പാർട്ട് നമ്പർ LAC നമ്പർ എന്ന ക്രമത്തിലാണ് സീരിയൽ നമ്പർ രേഖപ്പെടുത്തേണ്ടത്. അഞ്ചാം കോളത്തിൽ റിമാർക്സ് കോളത്തിൽ EDC എന്ന് എഴുതി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതുമാണ്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ റൂൾ 27N പ്രകാരമാണ് ക്ലാസിഫൈഡ് സർവീസ് വോട്ടർ നിയോഗിക്കുന്ന പ്രോക്സി വോട്ടർക്ക് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ അവകാശം നൽകും. ഇങ്ങനെ ഒരു പ്രോക്സി വോട്ടർ വോട്ട് ചെയ്യുവാനായി പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ 17A രജിസ്റ്ററിന്റെ രണ്ടാമത്തെ കോളത്തിൽ, അതായത് ഇലക്ടറൽ റോളിലെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തേണ്ട കോളത്തിൽ ക്ലാസിഫൈഡ് സർവീസ് വോട്ടർമാരുടെ ലിസ്റ്റിലെ സീരിയൽ നമ്പർ ബ്രാക്കറ്റിൽ PV എന്നും എഴുതണം. തുടർന്ന് അഞ്ചാമത്തെ കോളത്തിൽ പ്രോക്സി വോട്ട് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് നൽകിയിട്ടുള്ള ASD ലിസ്റ്റിലുള്ള വോട്ടർ വോട്ട് ചെയ്യാൻ എത്തിയാൽ 17A രജിസ്റ്ററിന്റെ നാലാമത്തെ കോളത്തിൽ, അതായത് ഒപ്പ് വാങ്ങേണ്ട കോളത്തിൽ വോട്ടറുടെ ഒപ്പും വിരലടയാളവും വാങ്ങുവാൻ പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കണം. തുടർന്ന് ASD വോട്ട് എന്ന് റിമാർക്സ് കോളത്തിൽ എഴുതി ഒപ്പുവെക്കുവാൻ മറക്കരുത്. ഒപ്പുവെക്കുവാനോ വിരലടയാളം രേഖപ്പെടുത്തുവാനോ കഴിയാത്ത വോട്ടർക്ക് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു സഹായിയെ കൊണ്ടുപോകാമെന്ന് റൂൾ 49N പറയുന്നു. അതനുസരിച്ച് വരുന്ന സഹായിയുടെ കയ്യൊപ്പാണ് നാലാമത്തെ കോളത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ വാങ്ങേണ്ടത്. അഞ്ചാമത്തെ കോളത്തിൽ റിമാർക്സ് കോളത്തിൽ കമ്പാനിയൻ സൈൻഡ് എന്ന് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ റൂൾ 49P പ്രകാരമുള്ള ടെൻഡേർഡ് വോട്ടുകൾ രേഖപ്പെടുത്തുന്ന അവസരത്തിൽ 17A രജിസ്റ്ററിൽ യാതൊരു രേഖപ്പെടുത്തലും നടത്തേണ്ടതില്ല. പകരം 17B ടെൻഡേർഡ് വോട്ടുകളുടെ ലിസ്റ്റിൽ രേഖപ്പെടുത്തലുകൾ നടത്തി വോട്ടറുടെ ഒപ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യേണ്ടത്. പോളിംഗ് തീരുന്ന സമയത്ത് അവസാന വോട്ടറുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 17A രജിസ്റ്ററിൽ ഒരു വര വരച്ചതിന് ശേഷം ദ സീരിയൽ നമ്പർ ഓഫ് ലാസ്റ്റ് എൻട്രി ഈസ് എന്ന് രേഖപ്പെടുത്തി അവസാനത്തെ സീരിയൽ നമ്പറും രേഖപ്പെടുത്തണം. തുടർന്ന് അവിടെയുള്ള പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് പ്രിസൈഡിംഗ് ഓഫീസർ വാങ്ങിക്കേണ്ടതാണ്. രണ്ടാം പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും ഈ രജിസ്റ്റർ ക്ലോസ് ചെയ്യുന്ന വേളയിൽ ഒപ്പുവെക്കേണ്ടതാണ്. പോളിംഗ് അവസാനിക്കുകയും 17A രജിസ്റ്റർ ക്ലോസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ 2/3 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള കവറിൽ ഇട്ട് സീൽ ചെയ്യേണ്ടതാണ്. ഈ സീൽ ചെയ്ത കവർ വീണ്ടും സ്ക്രൂട്ടിനി ഡോക്യുമെന്റ്സ് എന്ന് എഴുതിയ 2/1 എന്ന് മാർക്ക് ചെയ്ത വലിയ കവറിലേക്ക് ഇട്ട് അത് റിസപ്ഷൻ സെന്ററിൽ എത്തിക്കേണ്ടതാണ്. വോട്ടറുടെ കയ്യിൽ വോട്ടിംഗ് മഷി പതിക്കുന്നത് എങ്ങനെ നോക്കാം. നഖത്തിന്റെ മുകളിലെ അഗ്രത്തിൽ നിന്നും 1ാം ജോയിന്റിലെ താഴെ വരെയാണ് മഷി സാധാരണ പതിക്കേണ്ടത്. ചിത്രം നോക്കിയാൽ കുറച്ചുകൂടി അതിൽ വ്യക്തതയുണ്ടാകും. വോട്ടറുടെ കയ്യിൽ മഷി പുരട്ടേണ്ടത് ഏതു വിരലിലാണ് എന്നത് സംബന്ധിച്ചാണ് പറയുന്നത്. സാധാരണ വോട്ടർക്ക് ഇടത് ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടേണ്ടത്. ഇടത് ചൂണ്ടുവിരലില്ലെങ്കിൽ നടുവിരലിലേക്കും, നടുവിരലില്ലെങ്കിൽ മറ്റു വിരലുകളിലേക്കും മഷി പുരട്ടാവുന്നതാണ്. ഇടതു കൈയിൽ വിരലുകളില്ലെങ്കിൽ വലതു കൈയിൽ ഇത് ആവർത്തിക്കാവുന്നതാണ്. രണ്ടു കൈയിലും വിരലുകളില്ലെങ്കിൽ ഇടതുകൈയുടെ അഗ്രഭാഗത്ത് മഷി പുരട്ടണമെന്നാണ് നിർദ്ദേശം. അന്ധരോ അവശരോ ആയ വോട്ടറുടെ സഹായിയായി എത്തുന്ന ആൾക്ക് വലത് ചൂണ്ടുവിരലിൽ മഷി പുരട്ടിക്കൊടുക്കേണ്ടതുണ്ട്. ക്ലാസിഫൈഡ് സർവീസ് വോട്ടറുടെ നിർദ്ദേശാനുസരണം എത്തുന്ന പ്രോക്സി വോട്ടർക്ക്
ഇടത് നടുവിരലിലാണ് മഷി പുരട്ടി നൽകേണ്ടത്. വോട്ടർ സ്ലിപ്പുകൾ ഇത്തവണ ഒരു പുസ്തകമായാണ് നൽകുന്നത്. 1500 വോട്ടർ സ്ലിപ്പുകളുള്ള പുസ്തകമാണ് ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും നൽകുന്നത്. ഈ വോട്ടർ സ്ലിപ്പുകളുടെ മാതൃക മോണിറ്ററിൽ കാണിച്ചിട്ടുണ്ട്. ലോക്സഭാ മണ്ഡലത്തിന്റെയും നിയമസഭാ മണ്ഡലത്തിന്റെയും പേരും നമ്പറും, അതുപോലെ വോട്ടർ രജിസ്റ്ററിലെ ക്രമനമ്പറും വോട്ടർ പട്ടികയിലെ ക്രമനമ്പറും രേഖപ്പെടുത്തി പോളിംഗ് ഓഫീസർ ഒപ്പ് വെച്ച് വോട്ടർ സ്ലിപ്പ് തയ്യാറാക്കണം. ഇത് രണ്ടാം പോളിംഗ് ഓഫീസർ മൂന്നാം പോളിംഗ് ഓഫീസർക്ക് കൈമാറേണ്ടതാണ്. ഇനി